कैदी और कोकिला എന്ന അധ്യായത്തിൻ്റെ രചയിതാവാണ് മാഖൻലാൽ ചതുർവേദി. ഇനി അദ്ദേഹത്തെ പറ്റി വായിക്കാം. माखनलाल चतुर्वेदी का जन्म मध्य प्रदेश के होशंगाबाद ज़िले के बाबई गांव में सन 1879 में हुआ. മാഖൻലാൽ ചതുർവേദി മധ്യപ്രദേശിലെ ഹോഷംഗാബാദ് ജില്ലയിലെ ബാബൈ എന്ന ഗ്രാമത്തിൽ 1889 ജനിച്ചത്. മാത്ര 16 വർഷ की अवस्था में वे शिक्षक बने. വെറും 16 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായി മാറി. बाद में अध्यापन कार्य छोड़कर उन्होंने प्रभा पत्रिका का संपादन शुरू किया. പിന്നീട് അദ്ദേഹം ഈ അധ്യാപനം, അതായത് അധ്യാപകനായിട്ടുള്ള ജോലി വിട്ടിട്ട് ഉन्होंने പ്രഭാ പത്രിക का संपादन, പ്രഭ എന്ന പത്രികയുടെ മാഗസിൻ്റെ ഒരു സമ്പാദൻ, അതായത് എഡിറ്ററായിട്ട് അദ്ദേഹം ജോലി തുടങ്ങി. വി ദേശഭക്ത കവി ഏവം പ്രഖർ പത്രക്കാർ, അദ്ദേഹം ഒരു ദേശഭക്തിയായിട്ടുള്ള ഒരു കവിയായിരുന്നു. ഏവം പ്രഖർ പത്രക്കാർ, ഒരു നല്ലൊരു പത്രകാരൻ കൂടെ ആയിരുന്നു. उन्होंने कर्मवीर और प्रताप का भी संपादन किया. അദ്ദേഹം കർമ്മവീർ, പ്രതാപ് ഇതിൻ്റെയൊക്കെ എഡിറ്റോറിയൽ ഫീൽഡിലും എഡിറ്ററായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. सन 1968 में उनका देहांत हो गया. 1968 അദ്ദേഹം അന്തരിച്ചു. हिम किरीटिनी, साहित्य देवता, हिम तरंगिणी, वेणु लो गूंजे धरा उनकी प्रमुख कृतियां हैं. അപ്പോൾ ഹിം കിരീട്ടിനി, സാഹിത്യ ദേവത, ഹിം തരംഗിണി, വേണു ലോ ഗുഞ്ചേ ധര, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള കൃതികളാണ്. ഉൻഹോനെ രചനകളാണ്. ഉन्हें പത്മഭൂഷൺ एवं സാഹിത്യ അക്കാദമി പുരസ്കാർ से सम्मानित किया गया. അദ്ദേഹം പത്മഭൂഷണം, സാഹിത്യ അക്കാദമി പുരസ്കാരത്താലും അദ്ദേഹം സമ്മാനിതനായി. അദ്ദേഹത്തിന് പത്മഭൂഷണം, സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മാഖൻലാൽ ചതുർവേദി की रचनाएं രാഷ്ട്രീയ ഭാവന से युक्त है. മാഖൻലാൽ ചതുർവേദിയുടെ രചനകൾ രാഷ്ട്രീയ ഭാവനകൾ കൊണ്ട്, അതായത് പാട്രിയോട്ടിസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. उनमें स्वतंत्रता की चेतना के साथ देश के लिए त्याग और बलिदान की भावना मिलती है. അദ്ദേഹത്തിൻ്റെ ആ കവിതകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ചേതന, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലൈഫ്, അത് എത്രയധികം, സ്വാതന്ത്ര്യം എന്നത് എത്രയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യവും, അതുമാത്രമല്ല ദേശ് കെ ലിയെ ത്യാഗ് ഓർ ബലിദാൻ കി ഭാവന, ദേശത്തിനോടുള്ള ഒരു ത്യാഗത്തിൻ്റെയും പിന്നെ ബലിദാനത്തിൻ്റെയും ഒക്കെ മനോഭാവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാനായിട്ട്, അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാനായിട്ട് സാധിക്കും. സാക്രിഫൈസും ഒക്കെ അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇസിലിയെ ഉൻഹെ ഏക് ഭാരതീയ ആത്മ കഹാ ജാത്ത ഹൈ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏക് ഭാരതീയ ആത്മ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഇസ് ഉപനാം സെ ഉन्होंने കവിതായേം भी लिखी हैं. ഈ ഉപനാമം, അതായത് ഏക് ഭാരതീയ ആത്മ എന്ന ഉപനാമം, സർനെയിം അല്ലെങ്കിൽ നിക് നെയിം എന്ന ഈ പേരിൽ അദ്ദേഹം കവിതകളും എഴുതിയിട്ടുണ്ട്. കവിതകൾ അദ്ദേഹം ഈ പേരിലാണ് എഴുതിയിരിക്കുന്നത്. वे एक कवि कार्यकर्ता थे और स्वाधीनता आंदोलन के दौरान कई बार जेल गए. അദ്ദേഹം ഒരു കവി കാര്യകർത്തയായിരുന്നു. കവി കാര്യകർത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടം നടത്തിയിരുന്നത്. അതായത് കവിതയിലൂടെ അദ്ദേഹം സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടി എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കവി കാര്യകർത്ത എന്നറിയപ്പെടുന്നത്. അപ്പോൾ കവി കാര്യകർത്താത്തെ और स्वाधीनता आंदोलन के दौरान കൈ ബാർ ജയിൽ ഗയ. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമര ആന്തോളൻ കെ ദൗറാൻ, അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ സമയങ്ങളിൽ അദ്ദേഹം കുറേ പ്രാവശ്യം ജയിലിൽ പോകേണ്ടതായിട്ടും വന്നു. ഉन्होंने ഭക്തി, പ്രേം और പ്രകൃതി സംബന്ധി കവിതായേം भी लिखी हैं. അദ്ദേഹം ഭക്തിയും പ്രേമവും പിന്നെ നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കവിതകളും എഴുതിയിട്ടുണ്ട്. चतुर्वेदी जी कविता में शिल्प की तुलना में भाव को अधिक महत्व देते हैं. അപ്പോൾ ചതുർവേദി ജി തൻ്റെ കവിതകളിൽ അതിൻ്റെ മേക്കിംഗ്, അതായത് കവിതയുടെ ഘടന, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഭാവങ്ങൾക്കായിരുന്നു. उन्होंने परंपरागत छंदबद्धता रचना के अनुकूल शब्दों का भी प्रयोग किया है. അപ്പോൾ उन्होंने परंपरागत छंदबद्धता, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റൈമിംഗ്, അത് അദ്ദേഹം അനുകൂൽ ശബ്ദവും കാവ്യ, അതിനായിട്ട് ഉപയോഗിക്കുന്ന അനുകൂലമായിട്ടുള്ള, റൈമിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന അനുകൂലമായിട്ടുള്ള ശബ്ദങ്ങളാണ് തൻ്റെ കവിതകളിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ശബ്ദവും കാവ്യ പ്രयोग किया है. ब्रितानी उपनिवेशवाद के शोषण तंत्र का बारीक विश्लेषण करती कैदी और कोकिला कविता बहुत लोकप्रिय रही है. അപ്പോൾ ബ്രിട്ടാനി ഉപനിവേശവാദ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയലിസം എന്ന് പറയത്തില്ലേ, അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഭരണകാലത്ത് അവർ ചെയ്തിരുന്ന എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയത്തില്ല, അതായത് മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക, അതാണ് ശോഷൺ തന്ത്ര, അവരെ അബ്യൂസ് ചെയ്യുക.
ആളുകളെ അബ്യൂസ് ചെയ്യുക, അതൊക്കെ അവരുടെ ആ രീതികളായിരുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതികൾ. അതിൻ്റെയൊക്കെ എന്താണ് ഫൈനായിട്ട് അനാലിസിസ് ചെയ്യുക, അതാണ് വിശ്ലേഷണം എന്ന് പറയുന്നത്. അനാലിസിസ്, അതിനെപ്പറ്റി പഠിക്കുക, മനസ്സിലാക്കുക. उसका बारीक विश्लेषण करती कैदी और कोकिला कविता बहुत लोकप्रिय रही है. അതുകൊണ്ട് തന്നെ അതിലെ ആ ഒരു എന്താണ് നല്ല ഫൈനായിട്ടാണ് അതിൽ അദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ कैदी और कोकिला എന്ന കവിത ലോകപ്രിയമായിട്ട് മാറി. यह कविता भारतीय स्वाधीनता सेनानियों के साथ जेल में किए गए दुर्व्यवहारों और यातनाओं का मार्मिक साक्ष्य प्रस्तुत करती है. അപ്പോൾ ഈ ഒരു കവിത ഭാരതീയ സ്വാധീനതാ സേനാനി, അതായത് സ്വാതന്ത്ര്യ സമര പോരാടിയ ആളുകളുടെ എന്താണ് ഉൻകെ സാത്ത് ജയിൽ മേ കിയേ ഗയേ, ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവർ ജയിലടയ്ക്കുമായിരുന്നു. അപ്പോൾ അവർ ജയിലിൽ എത്രയധികം എന്താണ് യാതനകൾ സഹിച്ചിട്ടുണ്ട്, എത്രയധികം വിഷമങ്ങൾ അവിടെ സഹിച്ചിട്ടുണ്ട്, അവരെത്രയധികം എന്താണ് ഹാർഷ് ബിഹേവിയർ, അവരുടെ ദുർവ്യവഹാരം, അവരുടെ ഹാർഷ് ബിഹേവിയർ എത്രയധികം അവർ സഹിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു മാർമിക് സാക്ഷ്യം, മീൻസ് എന്താണ് മെയിൻ ടച്ചിങ് ആയിട്ടുള്ളൊരു എന്താണ് സാക്ഷിയാണ് ഈ കവിത എന്ന് തന്നെ പറയാം. സാക്ഷ്യ പ്രസ്തുത് കർത്തി. അപ്പോൾ ഈ കവി ജയിൽ മേ ഏകാക്കി ഓർ ഉദാസ് ഹെ. കവി ജയിലിൽ ഒറ്റയ്ക്കും പിന്നെന്താണ് ഉദാസുമാണ്. അത് ഉദാസ് എന്ന് പറഞ്ഞാൽ വിഷമിതനാണ്, വളരെയധികം വിഷമിച്ചിരിക്കുന്നു. कोकिल से अपने मन का दुख, असंतोष और ब्रितानी शासन के प्रति अपने आक्रोश को व्यक्त करते हुए वह कहता है कि यह समय मधुर गीत गाने का नहीं बल्कि मुक्ति का गीत सुनाने का है. അപ്പോൾ അദ്ദേഹം വളരെയധികം ദുഃഖിതനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കോക്കിൽ സെ അപ്ന മൻ കാ ദുഃഖ്, കോയലിനോട് അദ്ദേഹം തൻ്റെ മനസ്സിലെ ദുഃഖവും അസന്തോഷവും, അദ്ദേഹത്തിൻ്റെ സന്തോഷമില്ലായ്മയും പിന്നെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്രോശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആങ്കർ, ദേഷ്യവും ഒക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ കവിതയിലൂടെ. അദ്ദേഹം പറയുകയാണ് വഹ कहता है कि यह समय മധുർ ഗീത് ഗാനെ കാ നഹി, ഈ ഒരു സമയം എന്ന് പറയുന്നത് മധുരമായിട്ടുള്ള പാട്ടുകൾ പാടാനുള്ളതല്ല, നഹി ബൽക്കി മുക്തി കാ ഗീത് സുനാനെ കാ ഹെ, ഈ സമയങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്, ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ളത്, മുക്തിക്ക് വേണ്ടിയുള്ളത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പാട്ടുകൾ കേൾപ്പിക്കാനുള്ള സമയമാണിത്. कवि को लगता है कि कोयल भी पूरे देश को एक कारागार के रूप में देखने लगी है, इसीलिए अर्धरात्रि में चीख उठी है. അപ്പോൾ ഒരു രാത്രി സമയമായപ്പോഴാണ് ഈ കോയിൽ വന്നിട്ട് കൂവുന്നത്. സാധാരണ ആ സമയത്ത് കുയിൽ കൂവാറില്ല. പക്ഷെ കവി പറയുകയാണ്, കവിക്കോ ലഗ്താ ഹെ, കവിക്ക് തോന്നുകയാണ് കി കോയൽ ഭി പൂരെ ദേശ് കോ, കുയിലും മുഴുവൻ ദേശത്തിനെയും ഒരു एक कारागार के रूप में, ഒരു മുഴുവൻ രാജ്യത്തെ തന്നെ ഒരു എന്താണ് ജയിലായിട്ടാണ് കുയിൽ കാണുന്നത്. उसके रूप में देखने लगी है, इसीलिए अर्धरात्रि में चीख उठा, അതുകൊണ്ട് തന്നെയാണ് ഈ അർദ്ധരാത്രിയിൽ വന്ന് കൂവുന്നത് എന്ന് കവി പറയുന്നു. क्या गाती हो, क्यों रह जाती हो, कोकिल बोलो तो क्या लाती हो, संदेश किसका है, कोकिल बोलो तो. ऊंची काली दीवारों के घेरे में डाकू चोरों बटमारों के डेरे में, जीने को देते नहीं पेट भर खाना, मरने भी देते नहीं तड़प रह जाना. जीवन पर अब दिन रात कड़ा पहरा है, शासन है या तम का प्रभाव गहरा है, हिमकर निराश कर चला रात भी काली, इस समय कालिमा मई जगी क्यों आली. क्यों हुक पड़ी वेदना बोझ वाली सी, कोकिल बोलो तो क्या लूटा, मृदुल वैभव की रखवाली सी, कोकिल बोलो तो क्या हुई बावली, अर्धरात्रि को चीखी, कोकिल बोलो तो किस दावानल की ज्वालाएं में दिखी, कोकिल बोलो तो क्या देख न सकती जंजीरों का गहना, हथकड़ियाँ क्यों ये ब्रिटिश राज का गहना, कोलू का चर्क चूं, जीवन की तान गिट्टी पर अंगुलियों ने लिखे गान, हूँ मोट खींचता लगा पेट पर जुआ, खाली करता हूँ ब्रिटिश अकड़ का कुआं, दिन में करुणा क्यों जगे रुलाने वाली, इसलिए रात में गजब ढा रही आली. इस शांत समय में अंधकार को भेद रो रही क्यों हो, कोकिल बोलो तो चुपचाप
मधुर विद्रोह बीज इस भांति बो रही क्यों हो? कोकिल बोलो तो। काली तू रजनी भी काली, शासन की करनी भी काली, काली लहर कल्पना काली, मेरी काल कोठरी काली, टोपी काली कमली काली, मेरी लौह श्रृंखला काली, पहरे की हुंकृति की ब्याली, तिस पर है गाली अयाली। इस काले संकट सागर पर मरने की मदमाती, कोकिल बोलो तो, अपने चमकीले गीतों को क्यों कर हो तैराती? कोकिल बोलो तो। तुझे मिली हरियाली डाली, मुझे नसीब कोठरी काली, तेरा नभ भर में संचार, मेरा 10 फुट का संसार, तेरे गीत कहावे वाह, रोना भी है मुझे गुनाह, देख विषमता तेरी मेरी, बजा रही तिस पर रणभेरी। इस हुंकृति पर अपनी कृति से और कहो क्या कर दूं? कोकिल बोलो तो, मोहन के व्रत पर प्राणों का आसव किसमें भर दूं? कोकिल बोलो तो। കേദി ഓർ കോക്കില എന്ന ഈ കവിത കവി എഴുതുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിലുള്ളപ്പോൾ, അതായത് ഭാരതത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം കാരണം കുറേ യാതനകൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവരുടെ എഗൻസ്റ്റ് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളെ ജയിലിലടയ്ക്കുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹവും ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ബ്രിട്ടീഷുകാർ ജയിൽ അടച്ചായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം ഈ കവിത എഴുതേണ്ടി വരുന്നത്. അതായത് അവിടെ ജയിലിൻ്റെ ഉള്ളിൽ അദ്ദേഹം സഹിക്കേണ്ടി വന്ന യാതനകൾ, അദ്ദേഹം മാത്രമല്ല അവിടെ ബ്രിട്ടീഷുകാർ എത്രയധികം യാതനകൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആ സമയത്ത് നൽകിയിരുന്നു എന്ന കാര്യം ആളുകളിൽ എത്തിക്കണമായിരുന്നു അദ്ദേഹത്തിന്. അതിനുവേണ്ടി എഴുതിയതാണ് അദ്ദേഹം ഈ കവിത. അപ്പോൾ ഈ മുകളിൽ തന്നിരിക്കുന്ന വരികളിൽ കവി ഒരു ജയിൽവാസം അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ മാനസിക സ്ഥിതിയും പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്ര അർദ്ധരാത്രി ആയിട്ട്, അതായത് സാധാരണ രാത്രിയൊക്കെ ആകുമ്പോൾ പക്ഷികളുടെ സൗണ്ടൊന്നും കേൾക്കത്തില്ല. അപ്പോൾ ഈ അർദ്ധരാത്രിയിൽ വന്നിട്ട് കുയിൽ കൂവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു എന്തായിരിക്കും കാര്യമെന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ്. കാരണം അർദ്ധരാത്രിയിൽ വന്ന് പാടുന്ന ഈ കുയിലിനോടായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ വരുന്നു. അദ്ദേഹത്തിന് തോന്നുകയാണ് എന്തെങ്കിലും സന്ദേശവും കൊണ്ടാണോ വന്നിരിക്കുന്നത് ഈ പക്ഷി, അതായത് കുയിൽ, എന്തെങ്കിലും പ്രേരണാത്മകമായിട്ടുള്ള സന്ദേശവും കൊണ്ടാണോ എന്ന് പോലും അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ ഓരോന്നും ചോദിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ചോദിക്കുകയാണ് ആദ്യമായിട്ട്, കോयल से पूछता है कि तुम क्या गा रही हो, നീ എന്താ പാടുന്നേ? फिर गाते गाते तुम बीच बीच में चुप क्यों हो जाती हो, നീ രഹ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടി കൂവി കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീ നിന്ന് കൂവുന്നത് എന്തുകൊണ്ടാണ്? ബീച്ച് ബീച്ച് മേ ചുപ് ക്യൂ ഹോ ജാത്തി ഹോ, ഇടയ്ക്കിടയ്ക്ക് നീ കൂവുന്നത് നിർത്തുന്നത് എന്തുകൊണ്ടാണ്? वो कोयल से कहते हैं, हे कोयल ज़रा बताओ तो, क्या तुम मेरे लिए कोई സന്ദേശ് ലേക്കർ ആയി ഹോ, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും സന്ദേശം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. अगर कोई संदेश लेकर आई हो तो उसे कहते कहते चुप क्यों हो जा रही हो, यह संदेश तुम्हें कहाँ से मिला है, ज़रा मुझे बताओ. അപ്പോൾ നീ ഇങ്ങനെ ഈ സന്ദേശം കൊണ്ട് വന്നിരിക്കുകയാണ് എന്നെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നീ പറയുന്നത് നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അതുമാത്രമല്ല അദ്ദേഹത്തിന് തോന്നുകയുമാണ് ഇത്ര രാത്രിയായിട്ട് ആ കുയിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സന്ദേശവും കൊണ്ടായിരിക്കാം വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ക്യാ തു കോയി സന്ദേശ് ലേക്കർ ആയി ഹേ എന്ന് പോലും അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ഈ വരികളിലൂടെ അദ്ദേഹം അതായത് ആളുകളെ അറിയിക്കുകയാണ് ഈ ബ്രിട്ടീഷുകാർ എത്രയധികം ക്രൂരതകളാണ് ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്, ഫ്രീഡം ഫൈറ്റേഴ്സിന് നൽകിയത്. അതായത് കുറേ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്, അവരെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം പോലും നൽകാതെ അടിച്ച ആ വേദനയും സഹിച്ചുകൊണ്ടാണ് ഇരുണ്ടിരിക്കുന്ന, അതായത് വെളിച്ചം പോലും വരാത്ത ആ ജയിലിൻ്റെ ഉള്ളിൽ സഹിച്ച് കഴിഞ്ഞിരുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ വരികളിലൂടെ കവി പറയാൻ ആഗ്രഹിക്കുന്നത്.
ഊഞ്ചി കാലി ദീവാരോं के घेरे में डाकू चोरों बटमारों के डेरे में അദ്ദേഹം പറയുകയാണ് ഈ ഹൈറ്റിലുള്ള ഈ മതിലുകൾ ഈ ജയിലിൻ്റെ മതിലുകൾ കൊണ്ട് ജയിലിൻ്റെ ചുറ്റും നല്ല ഹൈറ്റിലുള്ള മതിലുകളാണ്. അത് കാരണം പ്രകാശം അകത്തോട്ട് പോലും വരുന്നില്ല, ഇരുട്ടാണ്, മുഴുവനും ഇരുട്ടാണ് ആ ജയിലിൻ്റെ ഉള്ളിൽ. ഡാക്കു ചോറും ബട്ട്മാരോं के डेरे में അവരെവിടെയാണ് നിർത്തിയിരിക്കുന്നത്? ആരുടെ ഡേരേമേ, അതായത് ആരുടെ കൂട്ടത്തിലാണ് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ നിർത്തിയിരിക്കുന്നത്, താമസിപ്പിച്ചിരിക്കുന്നത്? ഈ ഡാക്കു ചോർ ഡാക്കു ബട്ട്മാരെ, അതായത് കൊള്ളയും ചതിയും പിന്നെന്താണ് റോബറിയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഇടയിലാണ്. അവിടെ അവർക്ക് റെസ്പെക്റ്റ് പോലും കിട്ടത്തില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് അവർക്ക് താമസിക്കാനായിട്ട് തന്നിരിക്കുന്നത്, ജയിലിൻ്റെ ഉള്ളിൽ. ജീനേക്കോ ദേത്തെ നെഹി പേറ്റ് ഭർ ഖാന മർനെ ഭി ദേത്തെ നെഹി തടപ്പ് രഹ ജാന. അപ്പോൾ ആവശ്യത്തിനുള്ള ജീവിക്കാനുള്ള ഭക്ഷണം പോലും അവർക്ക് നൽകുന്നില്ല. മർനെ ഭി ദേത്തെ നെഹി തടപ്പ് രഹ ജാന, മരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അതൊക്കെ ഞങ്ങൾ സഹിക്കണം, അങ്ങേയറ്റം പെടഞ്ഞ് സഹിക്കണം ആ വേദനകൾ. ജീവൻ പർ അബ് ദിൻ രാത് കടാ പെഹ്റാ ഹെ ശാസൻ ഹേ യാ തംകാ പ്രഭാവ് ഗെറ. അപ്പോൾ അവർ നല്ലോണം ശിക്ഷ നൽകുന്നു. അതൊക്കെ ആ വേദനയൊക്കെ സഹിച്ച് അവർ അതിൻ്റെ ഉള്ളിൽ ജീവിക്കണം. അതും ജീവൻ പർ അബ് ദിൻ രാത് കടാ പെഹ്റാ ഹെ. പെഹ്റ എന്ന് പറഞ്ഞാൽ കാവലാണ്. കാരണം അവരിങ്ങനെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ തരാത്ത, അതായത് ഒന്നും ചെയ്യാനുള്ള അവർക്ക് പെർമിഷൻ ഇല്ല, എല്ലാം അവരുടെ അനുവാദത്തോടെ, അതും ഒന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്ത രീതിയിൽ കാവൽ നിൽക്കുകയാണ് അവരും. അതും രാത്രിയെന്നും പകലെന്നും ഒന്നുമില്ല. ശാസൻ ഹേ യാ തം കാ പ്രഭാവ് ഗഹ്റാ ഹെ. ഇത് ഭരണമാണോ, ഇത് ബ്രിട്ടീഷ് ഭരണമാണോ, അതോ തം കാ ഗഹ്റാ പ്രഭാവ്. തം എന്ന് പറഞ്ഞാൽ അന്ധകാരം, അന്ധകാരത്തിൻ്റെ ഒരു വലിയൊരു പ്രഭാവമാണ് ഇത് കാണുന്നത്. അന്ധകാരം, അതായത് ഒന്നും എന്താണ്, ഇനി ഒരു ഹോപ്പില്ല ലൈഫിൽ, ആ ഒരു രീതിയിലാണ് കവി ഇവിടെ പറയുന്നത്. അത്രയധികം സഹിക്കേണ്ടതായിട്ട് അതിൻ്റെ ഉള്ളിൽ അവർക്ക് വരുന്നുണ്ട്. അപ്പം ഹിംകർ നിരാശ് കർ ചല രാത് ഭി കാലി ഇസ് സമയ കാലിമ മയി ജഗി ക്യൂ ആലി. അപ്പോൾ ഹിമക്കർ, അതായത് ചന്ദ്രൻ പോലും എന്താണ്, അദ്ദേഹം ഒന്ന് ആകാശത്തോട്ട് നോക്കുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായ അദ്ദേഹം ആകാശത്തോട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഒരു ചന്ദ്രനെ എന്താണ്, ചന്ദ്രൻ ആ അന്ധകാരത്തിന് ഒരു ന്യായം കൊടുക്കുന്നത് പോലെയാണ് തോന്നുക. ആ വെളിച്ചം, ചന്ദ്രൻ്റെ ആ വെളിച്ചം, നിലാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ന്യായത്തിൻ്റെ ഒരു മൂർത്തിയായിട്ടാണ് അദ്ദേഹം ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ആ ചെറിയൊരു വെളിച്ചം പോലും ചന്ദ്രൻ്റെ ഇപ്പോൾ കാണാതായിരിക്കുന്നു. ഹിമക്കർ നിരാഷ്കർ ചലാ രാത് ബി കാലി. അപ്പോൾ കാലിയായി, അതായത് കറുത്ത നിറത്തിൽ, അത് അന്ധകാരത്തിലോട്ട് മുങ്ങിയിരിക്കുകയാണ് രാത്രി. കാരണം ചന്ദ്രൻ പോലും വിട്ടുപോയിരിക്കുന്നു, അത് നിരാശനായിട്ട് വിട്ടുപോയിരിക്കുന്നു. ഇസ് സമയ കാലിമാമയി ജഗി ക്യൂ ആലി. ചന്ദ്രൻ പോലും ഇല്ല ഇവിടെ, അല്ല, അപ്പോൾ ഇരുണ്ടിരിക്കുകയാണ് ആകാശം. അങ്ങനെയുള്ളപ്പോൾ കാലിമാമയി, അതായത് ആര്യ പറയുന്ന കുയിലിനോടായിട്ട് പറയുകയാണ്, നീ എന്താ ഇപ്പോഴും എണീറ്റിരിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് ഈ ഇരുണ്ടിരിക്കുന്ന രാത്രിയിൽ വന്നിരിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും എണീറ്റിരിക്കുന്നത്? അപ്പോൾ ആ കുയിലിൻ്റെ ശബ്ദത്തിലുള്ള മാറ്റം അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും കുയിലിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് പറ്റിയത്, എന്തെങ്കിലും ആപത്ത് വിപത എന്തെങ്കിലും വിപത വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടോ എന്ന രീതിയിലാണ് അദ്ദേഹം കുയിലിനോട് ചോദിക്കുന്നത്. ശബ്ദത്തിൽ എന്താണ് വിഷമം നിറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, കോയൽ ബോലോത്ത് തുമാര ക്യാ ലൂട്ട് ഗയാ ഹെ. ക്യാ ലൂട്ട, അതായത് എന്താണ് നിന്റെ കവർന്നു കളഞ്ഞത്, എന്താണ് കവർന്നു പോയത്. ജോ തുമാര കണ്ഠ സെ വേദന കി സി ഹൂക്ക് സുനായി പട് രഹി ഹെ. എന്തോ വിഷമകരമായിട്ടുള്ള ഒരു കൂവലാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിന്റെ എന്തെങ്കിലും കവർന്നു പോയോ? ഈ ഭാരതീയർ, ഈ ജയിലിൽ കിടക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഭാരതീയരെയും ഒക്കെ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴുള്ള ഒരു വേദനയായിരിക്കാം കുയിലിൻ്റെ ശബ്ദത്തിലുള്ള ഈ ഒരു മാറ്റം എന്നാണ് അദ്ദേഹം കരുതുന്നത്. അപ്പോൾ അർദ്ധരാത്രിയിൽ കുയിൽ കൂവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉൻകോ അസ്വാഭാവിക് ലഗ, ഒരു അസ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തോന്നി. കാരണം സാധാരണയായിട്ട് കുയിൽ അങ്ങനെ രാത്രി കൂവാറില്ല, ഇത് കുയിൽ ഒച്ചത്തിൽ കൂവുകയാണ്, അതും അർദ്ധരാത്രിയിൽ. അപ്പോൾ ഈ വരികളിലൂടെ അദ്ദേഹം പറയുകയാണ്, ക്യാ ഹുയി ബാവലി അർദ്ധരാത്രി കോ ചീഖി കോക്കിൽ ബോലോത്തോ. നീ എന്തിനാ ഇങ്ങനെ, ബാവലി എന്ന് പറഞ്ഞാൽ പാഗൽ എന്ന രീതിയിലാണ്, അതായത് നീ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത്, ഈ അർദ്ധരാത്രിയിൽ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒച്ചയിടുന്നേ, ഒച്ചത്തി കൂവുന്നേ, കോക്കിൽ ബോലോത്തോ, കുയിലെ പറഞ്ഞാലും എന്ന് കവി ചോദിക്കുകയാണ് കുയിലിനോട്. കിസ് ദാവാനൽ കി ജ്വാലായേം ഹെ ദിഖി കോക്കിൽ ബോലോത്തോ. അപ്പോൾ ഈ എന്താണ്, കാട്ടിലെത്തി കാട്ടുതീ എങ്ങാനും നീ കണ്ടിട്ടാണോ വന്നിരിക്കുന്നത്, ഏത് കാട്ടുതീയിലെ അഗ്നിജ്വാലകളാണ് നീ കണ്ടത്, എന്നിട്ടാണോ അതുകൊണ്ടാണോ നീ ഇങ്ങനെ ഒച്ചയിട്ട്
കൂവുന്നത് എന്നൊക്കെ ആണ് കവി ചോദിക്കുന്നത്. അപ്പോൾ തും ഇസ് തര ആധി രാത് മേ ക്യൂ ചീഖ് രഹി ഹോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ക്യാ തുമ്നെ ജംഗൽ മേ ലഗി ഹുയി ആഗ് ദേഖ് ലി ഹൈ, നീ എങ്ങാനും കാട്ടുതീ കണ്ടോ? യഹാ പർ കവിനെ ജംഗൽ കി ഭയാവഹ ആഗ് കെ റൂപ് മേ, ആ ഭയാവഹമായിട്ടുള്ള ആ കാട്ടുതീയെ ഈ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ യാതനകൾ, അതായത് ബ്രിട്ടീഷ് സർക്കാർ ചെയ്യുന്ന ക്രൂരതകൾ ഇന്ത്യക്കാർക്ക്, അതായത് ഭാരതീയരോട് ചെയ്യുന്ന ആ ക്രൂരതകളോടാണ് ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ऐसा लग रहा है कि कोयल ने अंग्रेज़ी सरकार की हैवानियत देख ली है, ആ ഒരു ദുഷ്ടത്തരം അവർ ചെയ്യുന്ന ആ ക്രൂരതകൾ എങ്ങാനും ഈ പക്ഷി കണ്ടിട്ടുണ്ടാവും, ഈ കുയിൽ കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കാം കുയിൽ ഇത്രയധികം. കവി ചോദിക്കുകയാണ്, ക്യാ ദേഖ് ന സക്തി ജंजीरों का गहना, हथकड़ियाँ क्यों यह ब्रिटिश राज का गहना. അപ്പോൾ ക്യാ തും ഹമേ ഇസ് തര ജഞ്ചീറോ മേ ലിപ്റ്റേ ഹുവേ നഹി ദേഖ് സക്തി ഹോ, നിനക്ക് കാണാൻ പറ്റുന്നില്ല ഈ ജഞ്ചീർ എന്ന് പറഞ്ഞാൽ ചങ്ങലകളിൽ ഞങ്ങളെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്, അത് നിനക്ക് കാണുന്നില്ലേ? ഇത് എന്താണ്, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആഭരണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അരെ യേ തോ അംഗ്രേസി സർക്കാർ ദ്വാരാ ഹമേ ദിയാ ഗയാ ഗഹന ഹൈ, ഇത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആഭരണമാണ്. ആരാ കൊടുത്തിരിക്കുന്നത്? ബ്രിട്ടീഷ് സർക്കാർ. कोलू का चरक चूँ जीवन की तान, गिट्टी पर अंगलियों ने लिखे गान, हूँ मोट खींचता लगा पेट पर जुआ, खाली रख करता हूँ ബ്രിട്ടീഷ് അക്കട് കാ കുവാ. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലികളെ പറ്റിയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോലു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എണ്ണ എടുക്കാനായിട്ട് പണ്ട് കാലത്ത് ഈ കാളകളെ ഉപയോഗിച്ചിട്ടാണ് എണ്ണ ഇങ്ങനെ അവരിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, ഈ കയറൊക്കെ കെട്ടിയിട്ട് നടുവിലൊരു കോലുവിൻ്റെ ഒരു ഇതുണ്ടാവും എന്താണ്, ഒരു വടി പോലത്തെ സാധനം. അപ്പോൾ അത് നല്ല ബലത്തിലായിരിക്കും, അത് അത്രയ്ക്ക് ശക്തി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് കാളകളെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ കാളകൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, അപ്പോഴാണ് അതിൽ നിന്ന് എണ്ണ ഇറങ്ങുക, കൊപ്രയിൽ നിന്നും എണ്ണ ഇറങ്ങുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാധനം, അതായത് കൊലുക്ക ബേൽ എന്നൊക്കെ കേട്ടിട്ടില്ല, അപ്പോൾ ബേൽ ഉപയോഗിച്ചിട്ടാണ് അവർ എണ്ണ എടുക്കാറ് പണ്ട് കാലത്ത്. അപ്പോൾ ഈ ബേലിന് പകരം ഈ കേദിയുടെ വയറിലാണ് കയറ് കെട്ടിയിട്ട് ആ കോലുവിനെ കണക്ട് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് ഈ എണ്ണ അതിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ അത്രയ്ക്ക് അത്ര ശക്തി വേണം, അതുകൊണ്ടാണ് ബേലിന് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് സർക്കാർ എന്താ ചെയ്യുന്നത്? ഈ ജയിൽവാസികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അത്രയധികം ദുഷ്ടത്തരമുള്ള ആളുകളായിരുന്നു ഈ ബ്രിട്ടീഷുകാർ. പിന്നീട് പറഞ്ഞു, ഈ കോലു ക ചർക്ക് ചൂ ജീവൻ കി താൻ. അപ്പോൾ മൂന്നാമത്തെ ലൈൻ. അപ്പോൾ അതിലെന്താ, അതിൻ്റെ മീനിങ് എന്താ? ഈ ചൂ എന്ന സൗണ്ട്, ഈ കോലു ഇങ്ങനെ ഇത് എണ്ണ എടുക്കുന്ന ആ ഉപകരണം ഇങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആ ശബ്ദമുണ്ടല്ലോ, അതാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രേരണാഗാനം എന്ന് പറയത്തില്ലേ, പ്രേരണാ ഗീത് बन गया है. जो कोलू चलाने की आवाज़ है वो हमारे जीवन की प्रेरणा गान बन गया, जीवन की तान बन गया है. എന്നിട്ട് പറയുകയാണ്, ഗിട്ടി पर अंगुलियों लिखे गान. അതായത് ഈ ജയിലിൻ്റെ ഉള്ളിൽ ഇവരെ കൊണ്ട് പാറകൾ പൊട്ടിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ദിൻഭർ പത്ഥർ തോർത്തി അവരെന്താ ചെയ്യുക, ഈ കല്ലുകൾ പൊട്ടിച്ചുകൊണ്ട്, അതായത് ഗിട്ടി ആ കല്ലിൻ്റെ മുകളിൽ അവരെന്താ ചെയ്യുക, അങ്കുലിയോം സേ ലിഖേ ഗാൻ, അതായത് അവരുടെ കൈവിരലുകൾ കൊണ്ട് തന്നെ അവർ എന്ത് പാട്ടാണ് എഴുതുന്നത്? ഭാരത് കി സ്വതന്ത്രതാ കെ ഗാനെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പാട്ടുകളാണ് ആ കല്ലുകളിൽ അവർ എഴുതിയത്. അതായത് ഒരിക്കലും അവരെത്രയധികം യാതനകൾ സഹിച്ചാലും ശരി, ബ്രിട്ടീഷുകാർ അവരെത്ര ക്രൂരതകൾ കാണിച്ചാലും ശരി, അവർ തോറ്റുകൊടുത്തില്ല. ഒരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് അവർ കാണിച്ചില്ല, ഒരിക്കലും തോറ്റുകൊടുത്തില്ല എന്നാണ്. സ്വാഭിമാനത്തോടെ അവർ ആ ജയിലിൻ്റെ ഉള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞല്ലോ ഈ കോലുവിൻ്റെ ഇത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു എന്ന കാര്യം. അപ്പോൾ പറയുകയാണ്, ഖാലി കർത്താ ഹൂँ ബ്രിട്ടീഷ് അക്കड़ का कुआं, മോട്ട് ഖീഞ്ചത്താ ലഗാ പേട്ട് പർ ജുവാ, ഖാലി കർത്താ ഹൂँ ബ്രിട്ടീഷ് അക്കड़ का कुआं. അപ്പോൾ ഇത് ചലിപ്പിച്ച് ഈ കോലു ചെർസ ചലാക്കർ ബ്രിട്ടീഷ് സർക്കാർക്ക് അക്കड़ का कुआं, അക്കട് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ആ കിണറുണ്ടല്ലോ, അത് ഞങ്ങൾ ഖാലിയാക്കുകയാണ്. അതായത് അവരുടെ അഹങ്കാരം ഒരിക്കലെങ്കിലും അത് ഇല്ലാതാകും എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ എന്നിട്ട് പക്ഷെ പറയുകയാണ്, ദിൻമേ കരുണ ക്യൂ ജഗേ റുലാനെ വാലി, ഇസ്ലിയെ രാത് മേ ഗസബ് ഢാ രഹി ആലി. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഈ രാവിലത്തെ സമയത്ത് ഞങ്ങൾ ഒരിക്കലും വിഷമിച്ചിട്ടില്ല, പക്ഷെ ഒരിക്കലും വിഷമിക്കാതെ ഞങ്ങൾ സ്വാഭിമാനത്തോടെ പ്രവർത്തിച്ചു. പക്ഷേ ഇപ്പോൾ നീ ഈ സമയത്ത് വന്നത് കാരണം, ഇസ്ലിയെ രാത് മേ ഗസബ് ഢാ രഹി ആലി, ചിലപ്പോൾ നീ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ, സാന്ത്വനപ്പെടുത്താനായിട്ട് വന്നതായിരിക്കാം. പക്ഷേ നിൻ്റെ ഈ വരവ്
എന്താണ് ഞങ്ങളിൽ എന്താണ് ഒരു വിഷമം, അതായത് വ്യാകുലപ്പെടുത്തുകയാണ്, എന്നിൽ വിഷമം വരുത്തുകയാണ്. അതായത് എന്തിനായിരിക്കും നീ വന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ ഞാൻ വ്യാകുലപ്പെടുകയാണ്. അപ്പോൾ കവി കുയിലിനോടായിട്ട് പറയുകയാണ്, ഈ ജയിൽവാസം, അതായത് ജയിലിൽ ബ്രിട്ടീഷുകാർ ഒരു നരകീയ യാതനകളാണ് നൽകുന്നത്. അതായത് അങ്ങേയറ്റത്തെ ക്രൂരതകളാണ് ഖേദികളോട്, അതായത് ജയിൽവാസികളോട് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവർ സ്വാഭിമാനത്തോടെ, അതായത് ഒരിക്കലും അവർ തോറ്റു കൊടുക്കാതെ, ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഒരിക്കലും അവർ താണു കൊടുത്തിട്ടില്ല. ഝുക്കേ നഹി, അതാണ് ഈ വരികളിലൂടെ അദ്ദേഹം പറയുന്നത്. സ്വാഭിമാനത്തോടെ അവർ എല്ലാ ജോലികളും ചെയ്യുകയും ചെയ്തു. എപ്പോഴെങ്കിലും ഒരിക്കൽ അവരുടെ അഹങ്കാരം ഇല്ലാതാകും എന്നൊരു വിശ്വാസത്തോടെ, സ്വാഭിമാനത്തോടെ അവർ തോറ്റുകൊടുക്കാതെ അവിടെ എങ്ങനെയൊക്കെയാണ് അവർ ജോലി ചെയ്ത് അവിടെ കഴിയുന്നത് ആ ജയിലിൻ്റെ ഉള്ളിൽ എന്ന കാര്യമാണ് കവി കുയിലിനോട് പറയുന്നതായിട്ടുള്ള വരികളാണിത്. ഈ വരികളിലൂടെ കവി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കുയിൽ എങ്ങനെയാണോ ഇത്രയധികം രാത്രിയിൽ, അർദ്ധരാത്രിയിൽ, അതും ശാന്തമായ ഈ സമയത്ത് വന്നിട്ട് ഒച്ചത്തിൽ ഇവിടെ നിന്ന് കൂവുന്നത്, അത് രാത്രിയെ ഭേദിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് ഒച്ചത്തിൽ കൂവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുയിൽ എന്തോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് കവിക്ക് തോന്നുന്നത്. ഈ ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് ക്രാന്തി ഇറക്കാനായിട്ട്, അപ്പോൾ അംഗ്രേസ് സർക്കാർ के खिलाफ വിദ്രോഹ करने का ഇഷാര ലഗാ रही है. ആ രീതിയിലാണ് കവിക്ക് ഈ കുയിലിൻ്റെ ആ കൂവലിൽ നിന്നും കവി മനസ്സിലാക്കുന്നത്. അപ്പോൾ കവി ചോദിക്കുകയാണ്, ശാന്ത സമയമേ അന്ധകാർ കോ ഭേദ് റോ രഹി ക്യൂ ഹോ, ഈ ശാന്തമായ സമയത്ത് അന്ധകാരത്തെ ഭേദിച്ചുകൊണ്ട് നീ ഒച്ചത്തിൽ കരയുകയാണ്. അപ്പോൾ കോക്കിൽ ബോലോ തോ, കോക്കിൽ പറഞ്ഞാലും, ചുപ്ചാപ് മധുർ വിദ്രോഹ് ബീജ് ഭാന്തി ബോ രഹി ക്യൂ ഹോ, കോക്കിൽ ബോലോ തോ, ചുപ്ചാപ്പ് മിണ്ടാതെ നീ എന്താ ചെയ്യുന്നത്, മധുർ വിദ്രോഹ് ബീജ്, വിദ്രോഹത്തിൻ്റെ ബീജ്, അതായത് വിദ്രോഹത്തിൻ്റെ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സീഡ് എന്തോ അവിടെ ഇടുന്നത് പോലെ, അതായത് ഇസ് ഭാന്തി ബോ രഹി ക്യൂ ഹോ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനത്തെ ഒരു ബീജ് നടുന്നത്, വിദ്രോഹത്തിൻ്റെ ബീജം നടുന്നത് പോലെ തോന്നുകയാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ എഗൻസ്റ്റ് ക്രാന്തി ഇറക്കുക എന്ന് പറയുന്നത് പോലെ തോന്നുകയാണ് കവിക്ക്. ഈ വരികളിലൂടെ കവി പറയുന്നത്, ഈ ഞങ്ങളുടെ സമൂഹത്തിൽ സാധാരണ ഈ കറുത്ത നിറം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും പ്രതീകമാണ്. അപ്പോൾ ഈ അംഗ്രേസി സർക്കാരിൻ്റെ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അവർ ചെയ്യുന്ന ദുഷ്ടത്തരങ്ങളും ക്രൂരതകളും ഒക്കെ കാരണം അതൊരു കറുത്ത നിറമായിട്ടാണ് എല്ലാം കറുത്ത നിറമായിട്ടാണ് അദ്ദേഹത്തിന് അവിടെ കാണപ്പെടുന്നത്. കാരണം അംഗ്രേസി സർക്കാർക്ക് ദ്വാരാ കി ജാനെ വാലി സാരി കർത്തുത്തേം ഭി കാലി ഹെ. കാരണം അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എന്ന് പറയുന്നത് എല്ലാം തെറ്റായ പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്, ക്രൂരതകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കറുത്ത നിറവുമായിട്ട് ബന്ധിച്ചിട്ടാണ് ഈ വരികളിൽ കവി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, കാലി തു രജനി ബി കാലി, നീ കറുത്ത നിറമുള്ളവളാണ്, അതുപോലെ തന്നെ ഈ രാത്രിയും ഇരുണ്ടിരിക്കുന്നു, കറുത്ത നിറമുള്ളവളാകുന്നു. ശാസൻ കി കർണി ഭി കാലി, കാലി ലഹർ കൽപ്പന കാലി. അപ്പോൾ ശാസൻ കി കർണി ഭി കാലി, ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം എന്ന് പറയുന്നതും കറുത്തതാണ്. കാരണം എന്താണ്, അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, ക്രൂരതകളൊക്കെ കറുത്ത നിറമുള്ളതാകുന്നു. കാലി ലഹർ കൽപ്പന കാലി, തിരമാലകളും കറുത്തിരിക്കുന്നു, ഞങ്ങളുടെ കൽപ്പനകളും ഞങ്ങളുടെ ചിന്താഗതികളും അതുവരെ കറുത്തിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ജോ ഹമാരെ അന്തർ ആനെ വാലി കൽപ്പനായേ ഹേ വോ ഭി കാലി ഹോ ഗയി ഹേ. ഇവരുടെ ശാസനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കൽപ്പനകൾ പോലും കറുത്തതായി മാറിയിരിക്കുന്നു. ടോപ്പി കാലി കമലി കാലി, എൻ്റെ തൊപ്പി കറുത്തിരിക്കുന്നു. പിന്നീട് പറയുകയാണ് കമലി കാലി. അപ്പോൾ ഞാനൊന്ന് വിട്ടുപോയി, മേരി കാൽ കോട്ടറി ഞങ്ങളുടെ ഈ ജയിൽ മുറിയിലുള്ള ഈ ജയിൽവാസം അനുഭവിക്കുന്ന ഈ മുറികളുണ്ടല്ലോ അതുപോലും കറുത്തിരിക്കുന്നു. എൻ്റെ തൊപ്പി കറുത്തിരിക്കുന്നു. കമലി എന്ന് പറഞ്ഞാൽ ഓടിനി, അതായത് എൻ്റെ പുതപ്പ്, കമ്പൽ ഭി കാലി ഹെ. മേരി ലോഹ ശൃംഖല കാലി, ഞാൻ എൻ്റെ കയ്യിലിട്ടിരിക്കുന്ന ജഞ്ചീർ എന്ന് പറഞ്ഞാൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ആ ചങ്ങലകൾ, ലോഹയ്ക്ക് ജഞ്ചീറേം, ആ ചങ്ങലകൾ അതുവരെ കറുത്തിരിക്കുന്നു. പെഹരെ കി ഹുംകൃതി കി ബ്യാലി തിസ് പർ ഹെ ഗാലി ഐ ആലി.
അപ്പോൾ അവരുടെ ഈ പെഹരേദാർ, അതായത് ഇവിടെ ജയിലിൻ്റെ ഉള്ളിൽ പെഹരേദാർ, ഈ ബ്രിട്ടീഷുകാരുടെ അണ്ടറുള്ള ഈ കാവൽക്കാരുണ്ടല്ലോ, അവരുടെ ആ ഹുങ്കാർ, അവരുടെ ആ വർത്തമാന രീതി, അതൊക്കെ എന്താണ്, പെഹരേദാറോ കി ഹുങ്കാർ ഓർ ഗാലി ബി സുന്നിപ്പെടുത്തി, അത് ഞങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നു. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നു, ബ്യാലി, അതായത് പാമ്പ്, സാപ് കി ഭാന്തി, പാമ്പിനെ പോലെ ഞങ്ങൾക്ക് തോന്നുന്നു, അത് പാമ്പിനെ പോലെ ഞങ്ങളെ കടിക്കാൻ വരുന്നത് പോലെ. തിസ് പർ ഹെ ഗാലി, അവരുടെ ഹുങ്കാറുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അവർ വഴക്കും പറയുന്നു, തെറി പറയുന്നു. അത് ഏത് രീതിയിലാണ് തോന്നുന്നത്, ഒരു പാമ്പ്, അതും കറുത്ത പാമ്പ് കടിക്കാനായിട്ട് വരുന്നത് പോലെ. ജോ കിസി കാലേ സാം കി ഭാന്തി ഹമേ ഡസ്നെ കോ ദോടത്തി ഹെ, അതുപോലെ തോന്നുകയാണ്. അപ്പോൾ കുയിലിനോടായിട്ട് കവി ചോദിക്കുകയാണ്, ഇസ് കാലേ സംകട്ട് സാഗർ പർ മർനെ കി മദ്മാത്തി കോക്കിൽ ബോലോ തോ. ഇസ് കാലേ സംകട്ട് സാഗർ പർ, ഇവിടെ കാലേ സംകട്ട് സാഗർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ എന്താണ് ക്രൂരതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംകട്ട് സാഗർ, അതായത് കഷ്ടപ്പാടുകൾ നിറഞ്ഞിരിക്കുകയാണ്. ആ ജയിലിൻ്റെ ഉള്ളിൽ കുറേ അവർ കഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലോട്ട് നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്, അത് അർദ്ധരാത്രിയിൽ വന്നിരുന്നു കൊണ്ട് എന്തുകൊണ്ടാണ് പാടുന്നത്, എന്താ നീ മരിക്കാനായിട്ട് തീരുമാനിച്ച് വന്നിരിക്കുകയാണോ? സംകട്ട് സാഗർ പർ മർനേക്ക് മത് മാറ്റി, അതായത് നീ എന്താണ് ലഹരി പിടിച്ചിരിക്കുകയാണ്, നിനക്ക് ബോധമില്ല, നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ അർദ്ധരാത്രിയിൽ? अपने चमकीले गीतों को क्यों कर हो तैराती कोकिला बोलो तो. അപ്പോൾ നീ കോയൽ സ്വതന്ത്ര ഹോനിക്ക് ബാദ്, അതായത് സ്വതന്ത്രമാണ് കുയിൽ എന്ന് പറയുന്നത്, സ്വതന്ത്രമായിട്ട് കറങ്ങി നടക്കുകയാണ്. അങ്ങനെയുള്ള കുയിൽ എന്തുകൊണ്ടാണ് അന്ധേരി രാത് മേ കാരാഗാർ കെ ഊപ്പർ മണ്ട്രാക്കർ അപ്നി മധുര ആവാസ് മേ ഗീത് ഗാ രഹി ഹെ. അപ്പോൾ ആ മധുരമായിട്ടുള്ള സൗണ്ടിൽ ഇങ്ങനെ കൂവി നടക്കുകയാണ്, ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ആ കാരാഗറിൻ്റെ മുകളിലോട്ടായിട്ട്. അതെന്തുകൊണ്ടാണ്, നീ അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. കാരണം നീ മരിക്കാനായിട്ട് തീരുമാനിച്ചാണോ ഇവിടെ വന്നിരിക്കുന്നത് ഈ ദുഃഖസാഗരത്തിൽ, അതായത് ഈ എന്താണ് കഷ്ടപ്പാടുകൾ നിറഞ്ഞിരിക്കുന്ന ഈ സംകട്ട് സാഗർ മേ തും ക്യൂ ആയി ഹോ എന്നാണ് അദ്ദേഹം ചോദിക്കുക. ഈ കോയൽ ബത്താവോ तो क्यों इस विपरीत परिस्थिति में आज़ादी की भावना जगाने वाले गीत गा रही हो. അതായത് നീ ഇപ്പോൾ സ്വതന്ത്രയായിട്ടാണ് നീ നടക്കുന്നത്. അങ്ങനെയുള്ള ആ സ്ഥിതിയിൽ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഈ കാരാഗാറിൽ ഇവിടെ ഞങ്ങളെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലോട്ട് നീ വന്ന് എന്തുകൊണ്ടാണ് ഈ ആസാദി കി ഭാവന ജഗാനെ വാലെ ഗീത് ഗാ രഹി ഹോ, സ്വാതന്ത്ര്യത്തിൻ്റെ ഭാവന ജനിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ നീ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്നു കൊണ്ട് പാടുന്നത്, അതും ഈ അർദ്ധരാത്രിയിൽ? അപ്പോൾ കവി പറയുകയാണ്, തുझे മിലി ഹരിയാലി ഡാലി മുझे നസീബ് കോട്രി കാലി. അപ്പോൾ ഈ വരികളിൽ അദ്ദേഹം ഈ കാദിയും പിന്നെ കുയിലും തമ്മിലുള്ള, അതായത് ഈ ബന്ദിയായിട്ടുള്ള, അതായത് അദ്ദേഹം എന്താണ് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ആ ജയിലിൽ, അങ്ങനെയുള്ള അദ്ദേഹവും പിന്നെ കോയലുമായിട്ടുള്ള തുലന, അതായത് കമ്പാരിസൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ വരികളിലൂടെ. അപ്പോൾ തുझे മിലി ഹരിയാലി ഡാലി മുझे നസീബ് കോട്രി കാലി. അപ്പോൾ നിനക്ക് എങ്ങനത്തെയുള്ള ഒരു സിറ്റുവേഷനാണ്, നിനക്ക് നല്ല ഹരിയാലി ഉള്ളത്, പേടിക്ക് ഡാലി മിൽ ഗയി ഹെ. ഹരിയാലി മീൻസ് ഗ്രീനറി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മരത്തിൻ്റെ ശാഖയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിനക്ക് ഓപ്പണായിട്ട് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ജാക്കർ വഹാ ബാറ്റ് സക്തി ഹോത്തും. പക്ഷേ അദ്ദേഹത്തിനാണെങ്കിലോ കിട്ടിയിരിക്കുന്നത് കാലി കോട്രി, അതായത് ഇരുണ്ടിരിക്കുന്ന ആ ഒരു മുറിയാണ് അദ്ദേഹത്തിന് ജയിലിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്. അതായത് അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു ജയിലിൻ്റെ ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തേരാ നബ് ഭർ മേ സഞ്ചാർ മേരാ 10 ഫുട്ട് കാ സംസാർ. നബ് ഭർ മേ, നബ് ഭർ എന്ന് പറഞ്ഞാൽ നബ് മീൻസ് ആകാശം, നിനക്ക് ആകാശത്തിങ്ങനെ പറന്ന് നടക്കാമല്ലോ, അത് ആകാശം മുഴുവനും നിനക്ക് തും സഞ്ചാർ കർ സക്തി ഹോ, നിനക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എനിക്കുള്ളതോ മേരാ 10 ഫുട്ട് കാ സംസാർ, എൻ്റെ ഈ ലോകം എന്ന് പറയുന്നത് ഈ 10 അടി മാത്രമേ ഉള്ള ആ ഒരു മുറി ജയിലിൻ്റെ ഉള്ളിൽ. അപ്പോൾ വഹാ ദൂസരി ഓർ कैदी के लिए अंधकार से भरी 10 फुट की जेल की 4 दीवारी, ആ 4 വാളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു 10 അടി അത്രയും സ്ഥലമേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷെ നിനക്ക് ഫ്രീ ആയിട്ട് ഈ ആകാശത്ത് സഞ്ചരിക്കാമല്ലോ എന്ന് അദ്ദേഹം പറയണം. അപ്പോൾ രണ്ടും, അതായത് ഒരു കേദിയും ഒരു കുയിലും തമ്മിലുള്ള കമ്പാരിസനാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ തെരാ ഗീത് കഹാവേ വാ ഓർ रोना भी है मुझे गुनाह, तेरा गीत कहावे वाह रोना भी है मुझे गुनाह, देख विषमता तेरी मेरी बजा रही तिस पर रणभेरी. അപ്പോൾ കവി പറയുകയാണ് തേരാ ഗീത് കഹാവേ വാ.
അപ്പോൾ കോയലിൻ്റെ ഈ മധുരഗാനം കേൾക്കുമ്പോൾ എല്ലാവരും സബ് ലോഗ് സുൻകർ സബ് ലോഗ് വാ വാ കർത്തേ, എല്ലാവരും വാ വാ എന്ന് പറയും. പക്ഷേ എൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴോ വഹാ കിസി കേദിക്ക് റോനിക്കോ, ഒരു കേദി കരയുമ്പോൾ കൊയ് സുൻതാ തക് നഹി, അയാൾ കരയുന്നത് പോലും ആരും കേൾക്കാൻ ഇവിടെ തയ്യാറാകുന്നില്ല. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ജമീൻ ആസ്മാൻ കാ ഫർക്ക് എന്ന് പറയത്തില്ല, അത്രയ്ക്ക് വ്യത്യാസമാണ് ഈ കേദിയും കോയലിൻ്റെ ജീവിതവും തമ്മിൽ. പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിൽ പോലും കോയൽ, നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് പാടുന്നത്, അതും എങ്ങനത്തെ പാട്ടാണ് നീ പാടുന്നത്, എന്താണ് ഒരു രണഭേരി എന്ന രീതിയിൽ, രണഭേരി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായിട്ട് ഉള്ള പാട്ട് എന്ന രീതിയിലാണ് നീ ഇവിടെ വന്നിട്ട് യുദ്ധ സംഗീത് ക്യൂ ബജാ രഹി ഹോ, അപ്പം എല്ലാം അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് രണഭേരി ക്യൂ ബജാ രഹി ഹോ. അപ്പോൾ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നിൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ട്, നിൻ്റെ ഈ സംഗീതം കേട്ടുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതായത് ഈ ഭാരതത്തിനായിട്ട് ഞാൻ എൻ്റെ കൃതികളിലൂടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഇനിയും കുറേ പേര് ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടേണ്ടി ഇരിക്കുന്നു, അപ്പോഴാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം ഓൾറെഡി, അതായത് അദ്ദേഹം അപ്നി രചനാओं के द्वारा क्रांति की ज्वाला भड़काने वाली अग्नि पैदा कर चुके हैं, അതായത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം ഇപ്പോൾ കുയിലിനോടായിട്ട് ചോദിക്കുകയാണ്, കാരണം ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതായത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണം തൻ്റെ കൃതികളിലൂടെ എന്ന് കുയിലിനോടായിട്ട് ചോദിക്കുകയാണ്. കുയിലെ പറഞ്ഞാലും, മോഹൻ കെ വൃത്ത് പർ പ്രാണോं का आसव किसमें भर दूं, कोकिल बोलो तो. അപ്പോൾ മോഹൻ കെ വൃത്ത് പർ എന്ന് പറഞ്ഞാൽ മോഹൻ ഇവിടെ ഗാന്ധിജിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്രതം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം, അതാണ് അദ്ദേഹത്തിൻ്റെ വ്രതം. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നു. അപ്പോൾ മോഹൻ കെ വൃത്ത് പർ പ്രാണോं का आसव किसमें भर दूं, ആരിലാണ് ജീവൻ്റെ ഒരു അമൃത് ഞാൻ നിറയ്ക്കേണ്ടത്, അതായത് എൻ്റെ കൃതികളിലൂടെ ആരിലാണ് ഞാൻ ജീവന് വേണ്ടിയുള്ള ആ ഒരു രസ് എന്ന് പറയത്തില്ലേ, അത് ഞാൻ നിറയ്ക്കേണ്ടത് ആരിലൊക്കെയാണ്. കോക്കിൽ ബോലോത്തോ, കാരണം കുറേ പേര് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടിക്കൊണ്ടിരിക്കും, അടിമത്വത്തിൻ്റെ എതിരായിട്ട് പോരാടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രാന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ എൻ്റെ രചനയിലൂടെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്ന് നീ പറഞ്ഞാലും കോക്കില എന്നാണ് കവി ഇവിടെ ചോദിക്കുന്നത്.